ബ്രേക്ക് ആയതാണ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, ഓപ്പറേഷൻസ് ചെയ്യുന്നതല്ല, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് എന്ത്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്നതാണ് രണ്ടാമത് സെൻട്രൽ, പിന്നെ വരുന്നതാണ് എ എൽ, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഈ കൺട്രോൾ സെക്ഷനിൽ കൺട്രോൾ യൂണിറ്റിൽ എല്ലാത്തിനും കൺട്രോൾ ആണെങ്കിൽ എ എൽ യുവിൽ എന്ത് ചെയ്യുക, എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യൽ എന്തായിരിക്കും, ലൈക്ക് എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യണ ആരായിരിക്കും, എ എൽ യു യൂണിറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു കാര്യം എടുത്ത് ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും എന്ത്, ഈ എ എൽ യുവിൽ കമാൻഡ്സ് കൊടുക്കില്ല. അതായത് കൺട്രോൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് കൺട്രോൾ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റിൽ എന്ത് ചെയ്യും, മെമ്മറിയിൽ നിന്ന് സാധനം എടുത്തിട്ട് എ എൽ യുവിലോട്ട് കൊടുക്കും. എന്നിട്ട് അത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് വീണ്ടും കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, നേരെ അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസിലാണെങ്കിൽ അത് പാസ് ചെയ്യും. ഇനിയിപ്പോൾ ഇൻപുട്ടാണ് വരുന്നെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, ഇൻപുട്ടിൽ നിന്ന് വരെ ഡാറ്റ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് എ എൽ യുവിലോട്ട് പാസ് ചെയ്യും. എ എൽ യു എന്ത് ചെയ്യും, ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റിലോട്ട് സാധനം കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, അത് അങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്, അങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത്, അരിത്തമെറ്റിക് ലോജിക്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതൊക്കെ. ലോജിക് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് എന്ത്, ലോജിക്ക്. അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, എ എൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ പറയുന്നത് ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ എ എൽ യു. അതായത് എല്ലാ പ്രോസസ്സും വർക്ക് ചെയ്യല്ലേ. ഇപ്പോൾ കൺട്രോൾ എല്ലാം കൺട്രോളിനുള്ളൂ, എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യൽ ആരാണ്, എ എൽ യു ആണ്. എന്ത് പ്രോസസ്സായാലും അത് നടക്കൽ എന്താണ്, എ എൽ യുവിലായിരിക്കും. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ, ആ പ്രോസസ്സിൻ്റെ കൺട്രോൾ മൊത്തം കൺട്രോൾ യൂണിറ്റിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ്, രണ്ടാമത് പറഞ്ഞ കൺസിസ്റ്റ് ഓഫ് എ കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് ലോജിക് സർക്യൂട്ട്സ്. അതായത് ലോജിക്കൽ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ലോജിക് സർക്യൂട്ട്സ് ഉണ്ടാവും, അതായത് ആൻഡ്, ഓർ, നോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വരുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, ആ ലോജിക് സർക്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിയും. പിന്നെ ഉള്ളത് രജിസ്റ്റേഴ്സാണ്, പിന്നെയുള്ള അക്യുമുലേറ്റർ. ഇത് അപ്പോൾ ഈ എ എൽ യുവിൽ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ലോജിക്കൽ സർക്യൂട്ടും രജിസ്റ്റേഴ്സും അക്യുമുലേറ്ററും. ഈ മൂന്നും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യൽ, എ എൽ യു എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യൽ, കംപ്ലീറ്റ് ചെയ്യൽ. പിന്നെ പറഞ്ഞത് ഡിപ്പെൻഡ്സ് ഓൺ ദ കമാൻഡ്സ് ഗിവൺ ബൈ ദ കൺട്രോൾ യൂണിറ്റ്. അതായത് കൺട്രോൾ യൂണിറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്, എ എൽ യു വർക്ക് ചെയ്യില്ല. എ എൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത് എ എൽ യുയിലേക്കും. പക്ഷേ കൺട്രോൾ യൂണിറ്റ് എന്താണ് കൊടുക്കുന്നത്, അതായിരിക്കും എന്തായാലും എ എൽ യു കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായി? അതായത് ഇപ്പോൾ മീൻസ് ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട്, അതായത് എന്ത് പ്രോസസ്സായാലും അത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യൽ എ എൽ യു ആയിരിക്കും. പക്ഷേ ആ പ്രോസസ്സിൻ്റെ കൺട്രോൾ യൂണിറ്റിലായിരിക്കും. ഇത്രേ ഉള്ളൂ. നേരത്തെ വീഡിയോ ബ്രേക്ക് ആയതുകൊണ്ട് ചെറിയൊരു ടോപ്പിക്കാണ്, വീണ്ടും വീഡിയോ വേണ്ടി വന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ക്ലാസ് മനസ്സിലാവില്ലെങ്കിൽ ആദ്യം എന്നോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം എന്നോട് ഡയറക്റ്റായിട്ട് വന്നിട്ട് പറയാം ക്ലാസ് മനസ്സിലാവില്ല എന്നുള്ളത്. എന്ത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നോക്കിയിട്ട് പറയട്ടോ. ശരി, താങ്ക് യു.